മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അശ്വത്ഥാത്മാവ്. മരണമില്ലാത്ത സപ്ത ചിരഞ്ജീവികൾ പെടുന്ന ആൾ കൂടിയാണ് നമ്മൾ അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സപ്ത ചിരഞ്ജീവികൾ എന്ന് പറയുന്നത് മഹാബലി, അശ്വത്ഥാത്മാവ്, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപൻ, പരശുരാമൻ എന്നിവരാണ്. ആരാണ് അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ചിരഞ്ജീവി എന്ന് ഞാൻ പറയാം. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മരണമില്ലാതെ ജീവിക്കുന്നവരാണ് ചിരഞ്ജീവികൾ. അവർ ഭൂമി അവസാനിക്കുന്നവരെയോ കലിയുഗത്തിന്റെ അവസാനം വരെയോ ജീവിക്കുന്നവരായിട്ട് കണക്കാക്കാം. ഓരോരുത്തരും ചിരഞ്ജീവികളായതിന് കാരണം ഓരോരോ കഥകളാണ്. നമുക്കിപ്പോൾ എങ്ങനെ അശ്വത്ഥാത്മാവ് ചിരഞ്ജീവി എന്നുള്ളതിന്റെ കാര്യം പറയാം. ദ്രോണാചാര്യർക്ക് കൃപിയിലുണ്ടായ പുത്രനാണ് അശ്വത്ഥാത്മാവ് എന്ന് പറയുന്നത്. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബം നയിച്ചിരുന്ന ആളാണ് ദ്രോണാചാര്യർ. സ്വന്തം മക്കൾക്ക് ആ കാലത്ത് പാല് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ അശ്വത്ഥാത്മാവിന് ആ സമയത്ത് പാല് കുടിക്കാൻ അധികം ആഗ്രഹമായിരുന്നു, അതിന്റെ രുചി എന്താണെന്ന് അറിയുവാനും. അങ്ങനെ കുട്ടിക്കാലത്ത് പാലാണെന്ന വ്യാജേനെ കൂട്ടുകാർ അരിമാവ് വലക്കി വെള്ളം കൊണ്ട് നമ്മുടെ അശ്വത്ഥാത്മാവിന് കൊടുക്കുക. അങ്ങനെ അശ്വത്ഥാത്മാവ് ആദ്യമായിട്ട് പാല് കിട്ടുന്ന സന്തോഷം അത് മുഴുവൻ കുടിക്കുന്നു. എന്നിട്ട് തനിക്ക് പാല് കുടിച്ചപ്പോൾ ശക്തി കിട്ടിയെന്നും പറഞ്ഞ് അവർ കളിക്കുന്ന സ്ഥലത്ത് മൊത്തം കിടന്ന് ഓടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇത് കണ്ട കൂട്ടുകാർ പരിഹാസനായി പൊട്ടിച്ചിരിക്കുകയും അവർ മുമ്പിൽ നമ്മുടെ അശ്വത്ഥാത്മാവ് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴും നീ കുടിച്ചത് പാലല്ല അരിമാവ് വലക്കി വെള്ളമാണെന്ന് പറയുകയും ചെയ്യും. ഇത് കേട്ട അശ്വത്ഥാത്മാവിന്റെ പിഞ്ചു മനസ്സ് ഒരുപാട് അപമാനത്തിനാവുകയും ഒരുപാട് വിഷമത്തോടെയൊക്കെ തിരികെ വീട്ടിലോട്ട് ഓടിപ്പോകുന്ന ഒരു അശ്വത്ഥാത്മാവ് തനിക്ക് നേരിട്ട് അപമാനം തന്റെ അച്ഛനോട് പോയി പറയുകയാണ്. ഇത് കേട്ട ദ്രോണാചാര്യർക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടാകും. തന്റെ മകന് പാല് പോലും വാങ്ങിക്കൊടുക്കാൻ തനിക്ക് ശേഷിയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം വല്ലാതെ വിഷമിക്കും. അങ്ങനെ ദ്രോണർ തന്റെ പൂർവ്വ സുഹൃത്തായിട്ടുള്ള ദ്രുപദ മഹാരാജാവിനെ കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. അശ്വത്ഥാത്മാവിനെയും മാതാവായ കൃപിയെയും പിതാവായ ദ്രോണാചാര്യർ ഒരുമിച്ചാണ് നമ്മുടെ ദ്രുപദ മഹാരാജാവിനെ കാണാനായിട്ട് പുറപ്പെട്ടത്. പക്ഷെ അവിടെ ചെന്ന ദ്രോണാചാര്യർ വീണ്ടും കാത്തിരുന്നത് കടുത്ത അപമാനമായിരുന്നു. കടുത്ത അമർഷത്തോടെ ദ്രോണാചാര്യർ പോകുന്നത് ഹസ്തിനപുരിയിലേക്കാണ്. അവിടെ കുറച്ചു കാലം താമസിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഭീഷ്മരെയും കൗരവ പാണ്ഡവാദികളെയും പരിചയപ്പെടുകയും അവരുടെ ഗുരുസ്ഥാനത്തിൽ എത്തുകയും ചെയ്തു. അന്ന് തൊട്ടാണ് ഗുരു ദ്രോണാചാര്യരായിട്ട് കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി. അന്ന് മുതൽ അശ്വത്ഥാത്മാവ് പാണ്ഡവരോടും കൗരവരോടും ഒത്ത് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ അശ്വത്ഥാത്മാവിന് കൂടുതൽ താല്പര്യം കൗരവരോട് ആയിരുന്നു. ആ കൂട്ടത്തില് ദ്രോണാചാര്യർ തന്റെ അസ്ത്രവിദ്യകളും അതേപോലെ നിഗൂഢമായ ഒരുപാട് വിദ്യകളും പഠിപ്പിച്ചു കൊടുത്തത് നമ്മുടെ അർജുനനും അദ്ദേഹത്തിന്റെ പുത്രനായ അശ്വത്ഥാത്മാവിന് മാത്രമായിരുന്നു. ഈ രണ്ടുപേർക്ക് മാത്രമായിട്ടായിരുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള അസ്ത്രമായ ബ്രഹ്മശിരസ് എന്ന് പറഞ്ഞ അസ്ത്രം ആവാഹിക്കാനും പ്രയോഗിക്കാനുമുള്ള ശേഷി പകർന്നു കൊടുത്തിരുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം പാണ്ഡവർക്ക് ഉണ്ടാക്കിയ ആളാണ് അശ്വത്ഥാത്മാവ്. അദ്ദേഹം ദുര്യോധനു വേണ്ടി കൗരവപക്ഷത്തിൽ നിന്ന് പാണ്ഡവരോട് യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ പിതാവായ ദ്രോണാചാര്യരും കൗരവപക്ഷത്ത് തന്നെയാണ് നിന്നിരുന്നത്. അങ്ങനെ യുദ്ധത്തിൽ പാണ്ഡവരുടെ ആക്രമണത്തിൽ ഗുരു ദ്രോണാചാര്യര് കൊല്ലപ്പെടുകയാണ്. ആ സംഭവത്തിന് ശേഷം അശ്വത്ഥാത്മാവ് ഒരു ശബ്ദം എടുക്കുന്നു. ആയുധം വെച്ച് ബ്രഹ്മനിഷ്ഠനായി തീർന്ന എന്റെ പിതാവിനെ വെട്ടിക്കുന്ന നീചഘാതകനായ ദൃഷ്ടദ്യുമ്നനെ കൊല്ലുമെന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്തു. ആ പാഞ്ചാലകനെ കൊല്ലാതെ ഞാൻ എന്റെ പടച്ചിട്ട് അഴിക്കുന്നതല്ല. സത്യം പിഴച്ചു പോയെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. അർജുനനായാലും ഭീമനായാലും എന്നോട് എതിർക്കുന്നവരെയൊക്കെ ഞാൻ വധിക്കുന്നതാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അശ്വത്ഥാത്മാവ് പ്രതിജ്ഞ എടുക്കുന്നത്. അങ്ങനെ കൗരവപക്ഷത്തുള്ള മഹാരഥന്മാർ ഓരോന്നായി വീണു. അവസാനം കൗരവപക്ഷം തോൽക്കുകയും പാണ്ഡവപക്ഷം വിജയം ആഘോഷിക്കുകയും ചെയ്തു. 18 ദിവസം നീണ്ടുവന്ന യുദ്ധത്തിന്റെ അവസാനം ഭീമസേനന്റെ മാരകമായ പ്രഹരമേറ്റിട്ടാണ് ദുര്യോധനൻ വീഴുന്നത്. പാണ്ഡവരുടെ ഭാഗത്ത് പഞ്ചപാണ്ഡവരും കൃഷ്ണനും അതുപോലെ സാത്വികിയും ദ്രൗപദിയുടെ പുത്രന്മാരും ശിഖണ്ഡിയും 2000 തേരുകളും 700 ആനകളും 5000 കുതിരകളും 1,00,000 കാലാൾപ്പടയും അപ്പോഴും അവശേഷിച്ചിരുന്നു. പാണ്ഡവരുടെ രാജ്യാവകാശികളായിട്ടുള്ള ദ്രൗപദിയുടെ 5 പുത്രന്മാരാണ് പാണ്ഡവരുടെ അടുത്ത പ്രതീക്ഷ. കാരണം അവർ ഈ മഹായുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പാണ്ഡവർ അവരുടെ വിജയം ആഘോഷിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രി പാണ്ഡവരും ദ്രൗപദിയും ആ ശിബിരം വിട്ട് പാർക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. അങ്ങനെ അവർ എല്ലാവരും കൃഷ്ണനും ഓക്കവതി നദിയുടെ തീരത്താണ് താമസിക്കാൻ തീരുമാനിക്കുന്നത്. പാണ്ഡവർക്ക് ദ്രൗപദിയിൽ പിറന്ന 5 പുത്രന്മാരും ശിഖണ്ഡിയും സേനാനായകനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനും അവശേഷ സൈനികരും ശിബിരത്തിൽ വസിക്കുന്നു. അന്ന് രാത്രി സംഭവിക്കുന്ന മഹാദുരന്തത്തിൽ നിന്ന് പാണ്ഡവരെ രക്ഷിക്കുന്നതാണ് കൃഷ്ണൻ ചെയ്തത്. രുദ്രാംശമായ അശ്വത്ഥാത്മാവിന്റെ സ്വഭാവം കൃഷ്ണന് നന്നായി അറിയാമായിരുന്നു. കാലന്റെ കോപമാണ് അശ്വത്ഥാത്മാവിൽ ശിവന്റെയും അംശമുണ്ട്. യുദ്ധത്തിന് ശേഷം ദുര്യോധനെ ദർശിക്കുകയാണ് അശ്വത്ഥാത്മാവ്. ദുര്യോധനൻ ആ സമയത്ത് മരണാസനായി സ്വന്തം ചോരയിൽ കുളിച്ചിടക്കുകയാണ്. ഇത് കണ്ട അശ്വത്ഥാത്മാവ് പറയുകയാണ്, അല്ലയോ മിത്രമേ, എന്റെ പിതാവ് മരിച്ചപ്പോൾ പോലും എനിക്ക് ഇത്ര ദുഃഖം ഉണ്ടായിട്ടില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ പാണ്ഡവരോടും കൃഷ്ണനോടും പുച്ഛം തോന്നുന്നു. എനിക്ക് ആജ്ഞ തരിക, ഞാൻ ശത്രുക്കളെ കൊല്ലുന്നുണ്ട്. ദുര്യോധനൊപ്പം തന്നെ നമ്മുടെ അശ്വത്ഥാത്മാവിനെ സൈന്യാധിപനായിട്ട് സ്വന്തം ചോര കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. ശത്രു സംഹാരത്തിൽ അശ്വത്ഥാത്മാവ് കണ്ടെത്തിയ മാർഗം എന്നത് രാത്രി പതിയിരുന്ന് ആക്രമിക്കുക എന്നതാണ്. അത് യുദ്ധധർമ്മത്തിനെതിരാണ്. പക്ഷേ ഇപ്പോൾ ധർമ്മത്തെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പാണ്ഡവർ അത്ര ധർമ്മിഷ്ഠരൊന്നുമല്ല. അധർമ്മം ചെയ്താണ് അവർ യുദ്ധം ജയിച്ചത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അശ്വത്ഥാത്മാവ് അവരെ വകവരുത്താനായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നേരെ പാണ്ഡവർ വസിക്കുന്ന ശിബിരത്തിലേക്കാണ് അശ്വത്ഥാത്മാവ് പോയത്. അവിടെ വെച്ച് തന്റെ ആരാധ്യനായിട്ടുള്ള ശിവനെ അശ്വത്ഥാത്മാവ് പ്രാർത്ഥിക്കുകയും തപസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ തപസ്സിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും അശ്വത്ഥാത്മാവിന് ആവശ്യം എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മറുപടിയായിട്ട് ശിവൻ പറയുന്നുണ്ട്, അല്ലയോ അശ്വത്ഥാത്മാവേ, എന്നെ ആരാധിച്ചവരിൽ ശ്രേഷ്ഠനാണ് കൃഷ്ണൻ. ആ ഭക്തന്റെ സന്തോഷത്തിനായി ഞാൻ പാണ്ഡവരെയും പാഞ്ചാലരെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അതിനാലാണ് നിങ്ങൾക്ക് അവരെ കൊല്ലുവാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഇന്ന് പാഞ്ചാലരുടെ കാലം അവസാനിച്ചിരിക്കുകയാണ് നിന്നിലൂടെ. ഞാനത് നിർവഹിക്കാൻ പോവുകയാണ്. നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് അശ്വത്ഥാത്മാവിന് ഒരു വാള് നൽകുന്നു. ആ വാളും എടുത്ത് ശിബിരത്തിലേക്ക് കയറിയ അശ്വത്ഥാത്മാവ് തന്റെ ശത്രുക്കളെ വകവരുത്തുകയാണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഈ ഓരോ സംഭവങ്ങളും നടക്കേണ്ടതാണ്. കാലചക്രത്തിൽ നിന്ന് ആർക്കും മോചനമില്ല. അതെല്ലാം നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളുമാണ്. തന്റെ പിതാവിനെ കൊന്ന ദൃഷ്ടദ്യുമ്നെ വളരെ ബ്രൂട്ടലായിട്ടാണ് അശ്വത്ഥാത്മാവ് കൊല്ലുന്നത്. മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തടിച്ച് വകവരുത്തുന്നു. ഗുരുഘാതകരായ നിനക്ക് സ്വർഗം ലഭിക്കില്ല, നിന്നെ ഒരു അസ്ത്രം കൊണ്ട് ഞാൻ വധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അതിനുശേഷം അവിടെയുള്ള എല്ലാവരെയും അശ്വത്ഥാത്മാവ് കൊലപ്പെടുത്തി. പാണ്ഡവപുത്രന്മാരെ വാളുകൊണ്ട് ഛിന്ന ഭിന്നം
വെട്ടിക്കൊല്ലുന്നു. എന്നാൽ അവിടെ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെടും, ദൃഷ്ടദ്യുമ്നന്റെ സാരഥി അല്ലെങ്കിൽ തേരാളി. അവിടെ നിന്ന് രക്ഷപ്പെട്ട ഈ സാരഥി പിറ്റേന്ന് രാവിലെ തന്നെ ഓകവതി തീരത്തുള്ള പാണ്ഡവരോട് ഈ കാര്യങ്ങൾ പോയി പറയുകയാണ്. ഇത് കേട്ട പഞ്ചപാണ്ഡവര് ആകെ തകർന്നു പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ദ്രൗപദി ബോധരഹിതയായിട്ട് അവിടെ വീഴുകയാണ്. ദ്രൗപദി പിന്നീട് പറയുന്നുണ്ട്, തനിക്ക് അശ്വത്ഥാത്മാവിന്റെ മരണം മാത്രം എനിക്ക് കേട്ടാൽ മതിയെന്നും അവന്റെ ശിരസിലെ ചൂടാമണി കൊണ്ടുവരികയെന്നും ആജ്ഞാപിക്കുന്നു. ഇത് കേട്ട ഭീമൻ അശ്വത്ഥാത്മാവിനെ വധിക്കാൻ പോകുന്നു. ഭീമൻ ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി കൃഷ്ണനും അർജുനനും പിന്നാലെ പോകുന്നു. അവിടെ വെച്ചാണ് ഏറ്റവും മാരകമായ അസ്ത്രത്തിന്റെ പ്രയോഗം പ്രപഞ്ചം കാണാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള അസ്ത്രം ബ്രഹ്മശിരസ്. ഈ ഒരു അസ്ത്രം പ്രപഞ്ചത്തിൽ അശ്വത്ഥാത്മാവിന്റെയും അർജുനന്റെയും കൈവശം മാത്രമാണുള്ളത്. അശ്വത്ഥാത്മാവിനെ തേടിപ്പോകുന്ന ഭീമൻ അയാളെ കണ്ടെത്തുകയാണ്. തൊട്ടു പിന്നാലെ അർജുനനും മറ്റു പാണ്ഡവരുമൊക്കെ എത്തിച്ചേർന്ന് എല്ലാവരെയും ഒന്നിച്ചു കണ്ട അശ്വത്ഥാത്മാവ് ഭയന്നു. തനിക്ക് പിടിച്ചു നിൽക്കാൻ തന്റെ പിതാവ് പകർന്നു നൽകിയ മഹത്തായ ബ്രഹ്മശിരസ് അസ്ത്രം പ്രയോഗിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ കണ്ട ദർഭപ്പുല്ല് ആവാഹിച്ചുകൊണ്ടാണ് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ആയുധത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് പ്രയോഗിക്കാൻ ഒരുങ്ങിയത്. ഈ ഒരു ആയുധം അങ്ങനെ പാണ്ഡവർക്ക് നേരെ അശ്വത്ഥാത്മാവ് അപാണ്ഡവായ എന്ന് പറഞ്ഞ് പ്രയോഗിക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് ഇതേ അസ്ത്രം അർജുനനും അശ്വത്ഥാത്മാവിന്റെ അസ്ത്രത്തിലേക്ക് തൊടുത്തുവിടുകയാണ്. അസ്ത്രം കൊണ്ട് അടങ്ങട്ടെ, ആചാര്യപുത്രനും തങ്ങൾക്കും സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ അസ്ത്രം പ്രയോഗിക്കുന്നത്. ഈ അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഭൂമിക്ക് തന്നെ വലിയൊരു ഭീഷണിയായി മാറുമെന്ന് മുനിമാർ ഭയപ്പെട്ടു. അങ്ങനെ മഹാ അസ്ത്രങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിനെ തടുക്കാൻ വസിഷ്ഠരും വിശ്വാമിത്രനും അതുപോലെ വ്യാസനും ഉൾപ്പെടെയുള്ള മുനിമാർ ഇതിനിടയിലേക്ക് വരുന്നുവെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഇത് മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കരുതെന്നും അവരുടെ അസ്ത്രങ്ങൾ പിൻവലിക്കണമെന്നും മുനിമാർ ആവശ്യപ്പെടുകയാണ്. ഈ അസ്ത്രം ഏതെങ്കിലും തരത്തിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ അത് വീഴുന്ന സ്ഥലത്ത് 12 വർഷക്കാലത്തേക്ക് മഴ പെയ്യില്ല. ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ദുർഭിക്ഷം ബാധിച്ച് ചത്തൊടുങ്ങും. മന്ത്രങ്ങളൊന്നും ഫലിക്കുകയില്ല. അതിനാൽ യജ്ഞങ്ങൾ മുടങ്ങും. അതോടെ സർവനാശം സംഭവിക്കും. അപ്പോൾ അർജുനൻ പറഞ്ഞു തന്റെ അസ്ത്രം പിൻവലിക്കാമെന്ന്. പക്ഷേ അശ്വത്ഥാത്മാവിന്റെ അസ്ത്രത്തിൽ നിന്ന് ഞങ്ങളെ വധിക്കാതെ നിങ്ങൾ സംരക്ഷിക്കണം. അർജുനൻ വളരെ നിയതവൃദ്ധനും മഹാനുമായ അസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അർജുനന് ബ്രഹ്മശിരസ് പിൻവലിക്കാൻ സാധിക്കും. പക്ഷേ അശ്വത്ഥാത്മാവിന് സാധിക്കില്ല. അശ്വത്ഥാത്മാവ് ആകെ കുഴങ്ങിപ്പോയി. കാരണം ഇത് ലക്ഷ്യമില്ലാത്തതിനാൽ ആരാണോ ഈ ബ്രഹ്മശിരസ് എന്ന് പറഞ്ഞ അസ്ത്രം പ്രയോഗിച്ചത് അയാളെ തന്നെ ആ അസ്ത്രം വധിക്കും. ഇത് മനസ്സിലാക്കിയ മുനിമാർ അശ്വത്ഥാത്മാവിനോട് പറയുകയാണ്, ആ അസ്ത്രം വഴിതിരിച്ചു വിടാൻ തങ്ങൾ അശ്വത്ഥാത്മാവിനെ സഹായിക്കാമെന്ന് പറയുന്നു. പക്ഷെ അശ്വത്ഥാത്മാവിന്റെ പ്രതികാര ബുദ്ധി പ്രവർത്തിക്കുകയാണ്. അശ്വത്ഥാത്മാവ് തന്റെ അസ്ത്രത്തെ പാണ്ഡവരിൽ അർജുനന്റെ പുത്രനായ അഭിമന്യുന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നു. പാണ്ഡവരുടെ ഇനിയുള്ള ഏക രാജ്യാവകാശി ഉത്തരയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന ആ കുഞ്ഞു മാത്രമാണ്. ആ കുഞ്ഞില്ലാണ്ടായാൽ പാണ്ഡവവംശം മൊത്തത്തിൽ ഇല്ലാതെയാവും. പാണ്ഡവരുടെ വംശം നശിച്ച് പാണ്ഡവർക്ക് ഉന്മൂലനാശം വരുമെന്ന് കരുതിയാണ് അശ്വത്ഥാത്മാവ് അങ്ങനെ ചെയ്തത്. അശ്വത്ഥാത്മാവിന്റെ ഈ പ്രവൃത്തി കൃഷ്ണനെ വല്ലാതെ കോപിക്കുകയും അദ്ദേഹം അശ്വത്ഥാത്മാവിനെ ഇങ്ങനെ ശപിക്കുകയും ചെയ്യും. നീ ബാലഘാതകിയും ദുഷ്ടനുമാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കും. ബുദ്ധിമാന്മാർ നിന്നെ പാപി എന്ന് വിളിക്കും. നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല. നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കുകയും ഇത്തരത്തിൽ അശരണനായി നീ 3000 ആണ്ട് നീ അലിഞ്ഞു തിരിഞ്ഞു നടക്കുകയും ചെയ്യും. വധിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും. അടുത്ത കുരുരാജാവായി അവൻ പ്രസിദ്ധനാകും. അങ്ങനെ അശ്വത്ഥാത്മാവിനെ ശപിക്കുകയാണ് കൃഷ്ണൻ. അങ്ങനെ അശ്വത്ഥാത്മാവ് മരണമില്ലാത്ത ചിരഞ്ജീവിയായി മാറി. ഗർഭാവസ്ഥയിൽ തന്നെ പരീക്ഷിക്കപ്പെട്ട ആ കുഞ്ഞ് പരീക്ഷിത് രാജാവെന്ന് പിൻകാലത്ത് അറിയപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.